എലിസബത്തിന്റെ ഒരു കേസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വലഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത് ഞങ്ങൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിത്ത് പ്രൂവ് അറിയാം. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കേസിനകത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് പിന്നെ ഞാൻ വന്ന് സംസാരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എടുക്കാനുള്ളൊരു ഹെൽത്ത് എന്റെ അമ്മയ്ക്കൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. എലിസബത്തിനെ കാണാനില്ലായിരുന്നു. എലിസബത്ത് 2 ദിവസമായിട്ട് കാണാനില്ല, എവിടെയാണെന്നൊരു പിടിയുമില്ല. നമ്മുടെ പ്രമുഖ നടൻ കൊണ്ട് കേസ് കൊടുത്തതിന് ശേഷം എലിസബത്ത് മുങ്ങിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ നിലനിന്ന് പോവുകയാണ്. ഞാനും ചിന്തിച്ചു, എലിസബത്ത് എവിടെയാടാ ഇത്? ഇപ്പൊ ഒരു പ്രതികരണവും ഇല്ല, ഒന്നുമില്ല, അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും വിചാരിച്ചു ഇനി എന്തെങ്കിലും ആപത്തിൽ പെട്ടോ, എങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് എലിസബത്ത് തന്നെ ഒരു കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ആം സേഫ് സ്റ്റിൽ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം സമാധാനമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ, ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്താലും മതിയല്ലോ തീരാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിച്ച് എനിക്ക് ചെറിയ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ട സമയത്ത് അത്യാവശ്യം സമാധാനമുണ്ട്. എന്തായാലും ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ. എന്നാലും അവരുടെയൊക്കെ ജീവന ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ, എലിസബത്തിന് ഒരുപാട് മാസീവ് സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒട്ടുമിക്ക ആൾക്കാരും എലിസബത്തിന് സപ്പോർട്ട് തന്നെയാണ്. ജസ്റ്റിസ് ഫോർ എലിസബത്ത് #, എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ എലിസബത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ അമൃതയ്ക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അന്ന് ആ സമയത്തൊക്കെ ഒരുപാട് നെഗറ്റീവും അമൃത ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ റീസെന്റ് അമൃതയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ നടന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് അഭിരാമി സുരേഷ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളുടെ ഇടയിൽ എലിസബത്തിനെ കുറിച്ചിട്ടും അഭിരാമി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. ഇവരെല്ലാവരും ഗൂഢാലോചന ചെയ്താണ് ഈ പ്രമുഖ നടനെ വള്ളിയിലാക്കുന്നത് എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു ടോക്കുണ്ട്. ആ ഒരു ടോക്കുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അഭിരാമി പറയുന്നൊന്ന് കേട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് മാത്യു ജോർജ്. യു ആൻഡ് യുവർ ഫാമിലി ഓൾസോ കം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് കൾപ്രിറ്റ്. യുവർ ഫാമിലി ഓൾസോ സഫർ ടു മച്ച് വിത്ത് ദിസ് കണ്ണിംഗ് ഡോഗ്. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലിയുടെ കേസിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും PR വർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹിറ്റ് മാരകമായിട്ട് തന്നെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1-2 വർഷമൊന്നുമില്ല, ഒരുപാട് വർഷം. മോറലി ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഭയങ്കര റോങ് ആയിട്ട് ചിത്രീകരിച്ച് ഒരുപാട് സ്റ്റേജ് ഇൻസിഡൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഒരു ഏറ്റവും സൈകെട്ടാണ് ചേച്ചി പോയി ഒരു കേസ് കൊടുത്തത്. അതായത് അമൃത ഇവിടെ കേസ് കൊടുത്തായിരുന്നു. പല വട്ടവും കേസ് കൊടുത്തു. വേറൊന്നുമില്ല, ഗതികെട്ട് ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും കാരണം തന്നെയാണ് അമൃത കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എലിസബത്ത് ഇവിടെ കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കാതെ ഈ വിഷയം ഇങ്ങനെ ഡെയിലി നീണ്ടു പോകുമ്പോൾ കുറെ ദിവസം കഴിയുമ്പോൾ ഈ കിട്ടിയ സപ്പോർട്ടെല്ലാം കുറയും. ആൾക്കാർ മറ്റൊരു വിഷയത്തിലോട്ട് പോകും, എല്ലാം സംഭവിക്കും. അങ്ങനെ മൂവ് ഓൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എലിസബത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന്റെ വശത്ത് നിന്ന് ഉറപ്പായിട്ട് നീതിക്ക് വേണ്ടിയിട്ട് പോരാടണം. അതിന് എലിസബത്ത് പോയി കേസ് കൊടുക്കണം. ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരിക്കലും കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വിക്ടിമായിട്ടുള്ള എലിസബത്താണ്. അതുകൊണ്ട് എലിസബത്തിന് മാത്രമേ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ പ്രമുഖ വ്യക്തി കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ കേസ് കൊടുത്തപ്പോൾ ആ കേസ് പോലും എടുത്ത് ഞാൻ എന്തിനെന്ന് ആലോചിക്കുകയാണ്. വേറൊന്നുമില്ലടേ, കോടതിയെ കബളിപ്പിച്ച കേസ് വരെ ഉള്ള ഒരു വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ കേസ് വരെ എടുത്ത് പോലീസ് എടുത്തിരിക്കുകയാണ്. ഞാൻ അതിനെയൊക്കെ പറ്റിയിട്ടിരുന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ചായിരുന്നു. എന്തവസ്ഥ അല്ലേ? അയ്യോ. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എലിസബത്ത് ആദ്യം തന്നെ പോയി കേസ് കൊടുക്കാൻ ശ്രമിക്കുക. എലിസബത്തിനെ 2 ദിവസമായിട്ട് കാണാത്തതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സേഫ് ആണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അഭിരാമി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് മാത്യു ജോർജ്. യു ആൻഡ് യുവർ ഫാമിലി ഓൾസോ കം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് കൾപ്രിറ്റ്. യുവർ ഫാമിലി ഓൾസോ സഫർ ടു മച്ച് വിത്ത് ദിസ് കണ്ണിംഗ് ഡോഗ്. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലിയുടെ കേസിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും PR വർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹിറ്റ് മാരകമായിട്ട് തന്നെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1-2 വർഷമൊന്നുമില്ല, ഒരുപാട് വർഷം. മോറലി ആണെങ്കിലും ഒക്കെ ഞങ്ങളെ ഭയങ്കര റോങ് ആയിട്ട് ചിത്രീകരിച്ച് ഒരുപാട് സ്റ്റേജ് ഇൻസിഡൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഒരു ഏറ്റവും സഹികെട്ടാണ് ചേച്ചി പോയി ഒരു കേസ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ലീഗൽ ഇതുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ആ അറ്റാക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു നേരിട്ടെന്റെ ചേച്ചി അനുഭവിച്ചതും ഞങ്ങളുടെ ഫാമിലി അനുഭവിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വർഷത്തെ പെയിനുണ്ട്. പക്ഷെ അത് വന്ന് സംസാരിക്കാനുള്ള ഒരു പ്രോബബ്ലി ഒരു ടൈം ആയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്തുള്ള
ഇവരുടെ ഒരു കോംപ്രമൈസ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൗ ബ്രീച്ച്ഡ് എന്ന് പറയുന്ന ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എന്താ പറയാ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിപ്പോഴും വാലിഡായി നിൽക്കുന്ന ഒരു അഗ്രിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രീച്ച് ചെയ്യുന്നില്ല, ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല ആസ് ഓഫ് നൗ. ബിക്കോസ് ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി വന്ന് സംസാരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുന്നത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് വലിച്ചിടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഇനി അപ്രണ്ട് വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇൻ ദ സീൻ എലിസബത്തിനെ കിട്ടുന്ന ഒരു സപ്പോർട്ടും നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല. അത് എന്ത് നമ്മുടെ ഇനിയിപ്പോ നിങ്ങളുടെ കാരണം കൊണ്ടായിരിക്കാം എന്ന് ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് വിക്ടിം എന്ന് പറയുന്നത് എന്നൊരു വിക്ടിം തന്നെയാണ്. വിക്ടിം കാർഡല്ല അത്. വിക്ടിം എന്ന് പറയുന്നത് ആൾ എന്നൊരു വിക്ടിമാണ്. അന്ന് ഓരോ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അത് ഇന്ന് എലിസബത്തിനെ കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് അതായത് ഇവിടെ അഭിരാമി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന് ഇന്ന് ജനങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അതേ ഒരു സപ്പോർട്ട് അന്ന് അമൃതയ്ക്ക് കിട്ടിയിട്ടില്ല. കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടാണ്. ഈ സൈബർ അറ്റാക്ക് എല്ലാം കൂടിയൊക്കെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്. കേസ് കൊടുത്തപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്യാവശ്യം വാടകയ്ക്കാൻ തുടങ്ങി. അതുവരെ വാടകത്തേ ഇല്ലായിരുന്നു, മൊത്തം ചീഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്നു. എന്തൊക്കെ തുപ്പി അടിക്കുന്നുണ്ടെന്ന് ഒരു ബോധമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ PR വർക്ക് അത് വേറെ സൈഡിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അമൃത ഫേസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. മാനസികമായിട്ട് അമൃത തളർന്നതുപോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം സൈബർ ഇടങ്ങളിൽ നല്ലപോലെ നെഗറ്റീവ് അമൃതയ്ക്ക് ഉണ്ടായി. എന്നാൽ എലിസബത്തിന് നേരെ തിരിച്ചാണ്. അത്യാവശ്യം സപ്പോർട്ടാണ് കൂടുതൽ, ജനങ്ങൾ കൂടുതലും എലിസബത്തിന് സപ്പോർട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഇല്ലെന്ന് പറയുന്നില്ല, നെഗറ്റീവ് ഉണ്ട്. കസ്തൂരിയെ പോലുള്ള കമന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ എലിസബത്തിന് ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ടാണ്. ഈ എതിരെ നിൽക്കുന്ന വ്യക്തി അത്യാവശ്യം ഇപ്പൊ നെഗറ്റീവായി മാറിയിട്ടുണ്ട്. ഏത് നമ്മുടെ ആക്ടറാണ് അത്യാവശ്യം ഇപ്പൊ നെഗറ്റീവിന്റെ പീക്ക് ലെവലിൽ നിന്ന് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിട്ട് നിൽക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൽ, ഈ എലിസബത്തിന് ഈ സപ്പോർട്ട് കൊടുക്കുന്നതിൽ. ബാക്കി കേട്ടോക. എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുണയ്ക്കുന്നുണ്ട്. അതിന് ആ ഒരു മലയാളികൾ പ്രോപ്പറായിട്ട് ആ ഒരു ഇത് എക്സ്റ്റെൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടാതെ പോയൊരു സംഭവമായിരുന്നു അത്. പക്ഷെ പറഞ്ഞ കൂട്ട് അതിന് അതിൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പൊ എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഒരു പരിധി വിട്ടൊന്നും വന്ന് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ രണ്ടാമതും ആ കേസും കൂടെ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു നമുക്ക് നിയമത്തിന് ഒരു ഇതുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ കൂട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ കേസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കിട്ടും. വിച്ച് ഇസ് വാട്ട് ഐ സജസ്റ്റ് ഇവൻ എലിസബത്ത് ടു ഡു. ബിക്കോസ് നമ്മൾ അതിന്റെ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഭാഗത്ത് സത്യമാണെങ്കിൽ അത് അതിന്റെ ആ ഒരു ഫൈനലിനകത്തേക്ക് എത്തും. അതെ, ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എലിസബത്ത് കേസ് കൊടുക്കുക, കേസ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നീതി ലഭിക്കും. കാരണം ജനങ്ങളുടെ ഇത്രയും മാസീവ് സപ്പോർട്ട് എലിസബത്തിന് ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് എലിസബത്തിന്റെ കേസും കാര്യങ്ങളും എടുത്ത് കിണ്ടി പുറത്തെറിയത്തില്ല. എങ്കിൽ എലിസബത്ത് ഒന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നിയമത്തിനും നിയമപാലകർക്കും എതിരെ ആവും ജനങ്ങൾ. അത് ഉറപ്പായിട്ട് അവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് എലിസബത്ത് ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് പുറത്തെറിയത്തില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് ഏറ്റവും മർമ്മപ്രധാനമായി എലിസബത്ത് ചെയ്യേണ്ടതും കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുത്തതിനു ശേഷം തനിക്ക് എന്താണ് പറയാനുള്ളത് അത് ഉറപ്പായിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക. എന്ത് ഭീഷണി വന്നാലും എന്ത് കാര്യം വന്നാലും നിങ്ങൾ ഉറപ്പായിട്ട് പറയുക. ജനങ്ങളും നമ്മൾ അടങ്ങുന്ന ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അമൃതയ്ക്ക് അന്ന് ആ സപ്പോർട്ട് കിട്ടിയില്ല. പാപ്പു വന്ന് അന്ന് വീഡിയോ ഇട്ട സമയത്തും എല്ലാവരും പാപ്പുവിനെ കൊണ്ട് അമൃത പറയിപ്പിച്ചതാണെന്നുള്ളൊരു സാധനമൊക്കെയാണ് മുന്നോട്ട് വന്നത്. പറയുന്ന വ്യക്തിയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പാപ്പു നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ടോക്കായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്ന് ഉൾട്ടയടിച്ച് നേരെ എലിസബത്തിന് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അമൃത പറഞ്ഞതും പാപ്പു പറഞ്ഞതും സത്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാപ്പുവിന്റെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് ഒക്കെ അണ്ണൻ നൈസായിട്ട് അങ്ങ് വെട്ടി മലത്തിയിട്ട് അടിയിൽ കൂടി ഗ്യാപ്പ് അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തനിഗുണങ്ങൾ നമുക്ക് നേരത്തെ അറിയാം. എങ്കിലും ഇപ്പൊ കുറെ കൂടിയൊക്കെ ജനങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞു. ബാക്കി അപ്പോ ഞങ്ങളുടെ കേസിൽ ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഇപ്പോഴാണെങ്കിൽ ഞാൻ കിടന്ന് ബബ പറയുന്നതിന്റെ റീസൺ തന്നെ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കേസിനെ എഫക്ട് ചെയ്യുമെന്നൊക്കെ എനിക്ക് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പ്രോബ്ലി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനും വന്നിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയാം. കാരണം അത്രമാത്രം ഉണ്ട് ആ ഒരു എൻറ്റയർ ട്രോമാറ്റിക്. അതിപ്പം എലിസബത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് ഭയങ്കര ബന്ധവുമുണ്ട് കേട്ടോ. അവർക്ക് വളരെ സിമിലർ ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ഇത് അവര് പറയേണ്ട കാര്യങ്ങളാണ്. എലിസബത്തിന്റെ കേസ് എലിസബത്ത് സംസാരിച്ചു. അവർക്ക് ലീഗൽ ഓബ്ലിഗേഷൻസ് ഇല്ല. അതുകൊണ്ട് ഷീസ് നൗ ടോക്കിംഗ് ആൻഡ് ഷീസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേരളം ഫുൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചിയുടെ കേസ് ചേച്ചി ഇനി വന്ന് സംസാരിച്ചാൽ ആ ഭാര്യമാര് ചേർന്ന് പണിയുവാണെന്നൊക്കെയുള്ള ആംഗിളിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും. വെറുതെ എന്തിനാണ് നമ്മൾ അവരും തമ്മിലൊരു ബന്ധം പോലും ഇല്ല ഇപ്പൊ. അതെ,
അതായത് ഇനിയിപ്പോ അമൃതയും വന്ന് സംസാരിച്ച് എല്ലാവരും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ ആക്ടറിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് അടിക്കുന്നതെന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു ടോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ അമൃത ഇപ്പൊ വരേണ്ട കേസില്ല. എങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് നീതി ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്, സംസാരിക്കുന്നതാണ്. നിയമത്തിന്റെ കുറെ തടസ്സങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇന്ന് അമൃത മുന്നോട്ട് വന്ന് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ അമൃതയും വന്ന് പറഞ്ഞു തന്നെ കുറെ കാര്യങ്ങൾ. അത് കേട്ട് വീണ്ടും നമ്മൾ മലയാളികൾ ആകെ ഞെട്ടിത്തരിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. സത്യമുള്ള കാര്യം പറയാം, ഇവിടെ എലിസബത്തിന് നീതി ലഭിക്കണം, അതുപോലെ അമൃതയ്ക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പറ്റുമെങ്കിൽ നിയമ തടസ്സങ്ങളില്ലെങ്കിൽ അമൃതയ്ക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അമൃത തീർച്ചയായിട്ടും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുക. കാരണം ഇതൊക്കെ അറിയണം, ജനങ്ങൾ അറിയണം, ഇവന്റെയൊക്കെ കപട മുഖങ്ങൾ ജനങ്ങൾ അറിയണം. She's doing things the right way, in the right tone, in a way everybody can understand. വെറുതെ അമൃത ചേച്ചി ഇപ്പൊ ലീഗലി ഓൾറെഡി ഒരു കേസിലുണ്ട്. ഇനി ഞാൻ വന്നതിനകത്ത് സംസാരിച്ച് അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എന്റെ വീട്ടുകാർക്ക് ഇനി ഒരു പ്രശ്നം. ഓൾറെഡി നമ്മൾ ഇതിപ്പം എലിസബത്തിന്റെ ഒരു കേസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വലഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത് ഞങ്ങൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിത്ത് പ്രൂവ് അറിയാം. അപ്പോ ഇനിയും ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കേസിനകത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് പിന്നെ ഞാൻ വന്ന് സംസാരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എടുക്കാനുള്ളൊരു ഹെൽത്ത് എന്റെ അമ്മയ്ക്കൊന്നുമില്ല. പിന്നെ ആ കേസിനെ ഒരു രീതിയിലും നശിപ്പിക്കാൻ ഒരു റീസൺ ഞാൻ ആവരുതെന്നുള്ള ഒരൊറ്റ റീസൺ കാരണമാണ്. ആ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ഫാമിലിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും മുറിയായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. അതാണ് സംഭവം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനിയും എന്റെ ചേച്ചിയുടെ അഗേൻസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമ്പയിനോ ഒക്കെ ഏതെങ്കിലും ഒരു കാലത്ത് വരികയാണെങ്കിൽ മനസ്സിലായോ, ഐ വിൽ വോയിസ് ഫോർ ഹർ ഇഫ് ഷീ കാണ്ട്. അനദർ എൻറ്റയർലി ന്യൂ സിനാരിയോ ആയിരിക്കാം. അപ്പൊ അന്ന് ഈ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കാം. ഇപ്പം എലിസബത്തിന് വേണ്ടി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് വെരി വെൽ. അതിന്റെ ഒരു റിസൾട്ടാണ് കേരളം എമ്പാടും വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഷീ ഡിസേർവ്സ് ഇറ്റ്. അതെ, നാളെ അമൃത എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ തനിക്കുണം ജനങ്ങൾ അറിഞ്ഞ് അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ പ്രതികരിക്കുന്നവരെ വാ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കുന്നുണ്ട്. സീരിയസ്ലി പറയാം, പല വഴികളും നോക്കുന്നുണ്ട്. നല്ല ഒന്നാം തരം പൊളിച്ച വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് ഏതറ്റം വരെ പോകുമെന്ന്. പക്ഷെ എലിസബത്ത് ഇപ്പോഴും ഞാൻ പറയാം, കേസ് കൊടുക്കണം. കേസ് കൊടുത്താൽ മാത്രമേ നിയമത്തിന്റെ വശത്തുനിന്ന് ഒരു നീതി കിട്ടത്തുള്ളൂ. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചേക്കാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നും ഉറപ്പായിട്ട് ജനങ്ങൾ തിരിച്ചറിയും. പക്ഷെ നിയമത്തിന്റെ വശത്തുനിന്ന് ഒരു നീതി കിട്ടണമെങ്കിൽ നിയമപരമായി തന്നെ പോരാടണം. അത് ഒരിക്കലും നമുക്കാർക്കും കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ കൊടുക്കണം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.